കാൽവിൻ പെർഫ്യൂംസിന്റെ 43ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ പരസ്യം ഓണം അങ്ങ് വരികയല്ലേ, ഓണത്തിന്റെ പരസ്യം. ഏറ്റവും കൂടുതൽ പരസ്യം നമ്മൾ കാണുന്നത് ഒന്ന് ഹോം അപ്ലയൻസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ കാറുകളുടെ പരസ്യമാണ്. ഏറ്റവും കൂടുതൽ കാറുകളിൽ ഓഫർ കിട്ടുന്ന ഒരു പീരീഡാണ് ഈ ഓണത്തിന്റെ സമയം. അപ്പൊ ഞാനും ചിന്തിച്ചു, നമ്മുടെ കാറ് നിങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെർഫ്യൂമും കൂടി അതിന്റെ കൂട്ടത്തിൽ എങ്ങനെ രണ്ടും കൂടി ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. ഓക്കെ, കാർ പെർഫ്യൂംസ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ശരിക്കും മോഡൽസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ആ എ സിയുടെ വിൻഡോയുടെ ഇടയിൽ കുത്തി വെക്കുന്ന ടൈപ്പ് ഉള്ള പെർഫ്യൂംസ്, പിന്നെ കുറച്ച് ജെൽ ടൈപ്പ് പെർഫ്യൂംസ്, പിന്നെ സ്പ്രേ അടിക്കുന്ന ടൈപ്പ് പെർഫ്യൂംസ്, അങ്ങനെ പല ടൈപ്പ് കാർ പെർഫ്യൂംസ് നമുക്ക് കിട്ടും. ചിലർ പറയാറുണ്ടെന്ന് 72 മണിക്കൂർ ലാസ്റ്റ് ചെയ്യണ പെർഫ്യൂം. കാറിൻ്റെ അകത്ത് 72 മണിക്കൂറിൻ്റെ ആവശ്യമില്ല, നമ്മൾ പോകണ ആ സമയത്തുള്ള സ്മെല്ല് കിട്ടിയാൽ പോരെ. ഞാൻ എൻ്റെ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാർ പെർഫ്യൂം വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് തീർന്നു പോകുന്നത് ആക്ച്വലി നമ്മുടെ അതിൻ്റെ കറക്റ്റ് ഉപയോഗത്തിലൂടെ അല്ല തീർന്നു പോണത്. ശരിക്കും പറഞ്ഞാൽ കാറ് ചൂടാവുമ്പോഴത്തേക്കും, നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ കാറ് ചൂടാവുമ്പോഴത്തേക്കും ഈ ചൂട് നമ്മുടെ ഈ ജെൽ ടൈപ്പിലും ഇതിലൊക്കെ ഈ പെർഫ്യൂംസിലൊക്കെ വന്നിട്ട് ഈ പെർഫ്യൂം വാപ്പറേറ്റ് ചെയ്ത് പോവുക. ശരിക്കും നമ്മൾ ആ പെർഫ്യൂം മുഴുവൻ കൺസംഷൻ മര്യാദയ്ക്ക് എടുക്കുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞങ്ങളുടെ ടൈപ്പ് പെർഫ്യൂംസ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഇതൊരു ഹാങ്ങിങ് ടൈപ്പ് പെർഫ്യൂമാണ്. ഞാൻ കാണിച്ചു തരാം. പല കുപ്പികളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കുപ്പികളിൽ നമുക്ക് ചോയ്സുകൾ, അതൊരു ഫാൻസി ടൈപ്പ് അങ്ങനെയുള്ള കുപ്പികൾ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ട് അത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂംസിൻ്റെ ഓയിൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ ഓയിൽ എന്ന് പറയുന്നത് 100% കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇത് വേപ്പറൈസ് ചെയ്ത് പോകും. എത്ര ചൂടത്തിട്ടാലും ഇത് കോൺസെൻട്രേറ്റഡ് തിക്കായിട്ട്, നമ്മൾ വെളിച്ചെണ്ണ പോലെയുള്ള കുഴമ്പ് പോലെയുള്ള ഓയിലാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു കാരണവശാലും വേപ്പറൈസ് ചെയ്ത് പോകില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര ഓയിലുണ്ടോ അതിൻ്റെ മുഴുവനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് തൂക്കിയിടുമ്പോഴത്തേക്കും വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഷെയ്ക്കാവും. ഇത് ഷെയ്ക്കാവുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഓയിൽ വന്ന് ഈ വുഡ് നനയും. ഈ വുഡ് നനയുമ്പോഴത്തേക്കും, ഈ വുഡ് നനഞ്ഞു കഴിഞ്ഞാൽ എ സിയുടെ ഫ്ലോയിലൂടെ മൊത്തം കാറിൻ്റെ ഉള്ളിൽ മണം നിന്നോളും. അപ്പോൾ ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കൺസംഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഓയിൽ വന്ന് വുഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടുമ്പോൾ മാത്രമേ ഉള്ളൂ. വണ്ടി ഉപയോഗിക്കാതെ വീട്ടിലിടുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു തുള്ളി പോലും ചിലവാകുന്നില്ല, അവിടെ കിടന്നോളും. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കൺസംഷൻ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇതിൻ്റെ അകത്തുള്ള ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. സ്മെല്ല്, ഇത് ഓയിലാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയാലും എല്ലാ സ്ഥലത്തേക്കും 24 മണിക്കൂർ എന്നല്ല, വണ്ടി ഓടുന്ന എല്ലാ സമയത്തും ഇതിൻ്റെ അകത്ത് മണം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഇതിന് സമയമില്ല, ഇത്ര മണിക്കൂർ എന്നുള്ളതില്ല. ഈ ഓയിൽ ഇതിൻ്റെ അകത്ത് ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ അകത്ത് മണം വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ ഉള്ള ഓയിലിൻ്റെ ഫ്രാഗ്രൻസ് എന്താണെന്നുള്ളത് അത് നമ്മുടെ ചോയ്സാണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ലൈക്ക് വാനില, നമ്മുടെ സിട്രസ് ആയിട്ടുള്ള സ്മെല്ലുകൾ, ഗ്രീൻ ആപ്പിള്, ഓറഞ്ച്, ചെമ്പകം, പാരിജാതം, അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സുകളുടെ മിക്സുകൾ, അങ്ങനെയുള്ള ചോയ്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉണ്ട്. സ്ട്രോബെറി, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ ടൈപ്പാണെന്ന് വെച്ചാൽ, കാറിൽ കയറുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവർ ചോദിക്കാറൊക്കെ ഉണ്ട്, പല ടൈപ്പ് ഊത് പോലത്തെ പെർഫ്യൂമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണം കാറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെടാത്ത ആൾ കാറിലിരുന്ന് അവർക്ക് തലവേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ട് നമ്മളിപ്പോൾ 5 പേര് കാറിലുണ്ടെങ്കിൽ 5 പേർക്കും ഇഷ്ടപ്പെടുന്ന കോമൺ ആയിട്ടുള്ള ഒരു സ്മെല്ല് വേണം എപ്പോഴും സജസ്റ്റ് ചെയ്യാൻ. ലൈക്ക് വാനിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ. വാനിലയുടെ ഒക്കെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ, ഒരു പുതിയ കാറ് നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്, ആ സ്മെല്ലാണ് വാനിലയുടെ സ്മെല്ലൊക്കെ വരുന്നത്. അപ്പം അങ്ങനെയുള്ള പെർഫ്യൂംസ് എല്ലാം, ഏത് വെറൈറ്റിയും, മീൻസ് ഫ്രാഗ്രൻസിൻ്റെ ചോയ്സ് നിങ്ങളുടെയിലാണ്. ഞാനതിൻ്റെ സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏത് വെറൈറ്റി എൻ്റെ ഫ്രാഗ്രൻസ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് ചെയ്യാം. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയുക, ചിലർക്കൊക്കെ
1 കൊല്ലം വരെയൊക്കെ ഇത് ഓടിച്ച് നിൽക്കാറുണ്ട്. ചിലർക്ക് അത് നമ്മൾ പോകുന്ന റോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ തീർന്നു പോകുന്നത്. കാരണം വണ്ടി ഓടുമ്പോൾ ഇങ്ങനെ ഒരുപാട് കിടന്ന് ഷെയ്ക്ക് ആവുമല്ലോ. റോഡ് മോശമാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഷെയ്ക്കായിട്ട് ഈ വുഡിലേക്ക് കൂടുതൽ ലോസ് വരും. അതാണ് അതിനകത്ത് വരുന്നത്. അതുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചും കൂടി കയറ്റി കെട്ടി കഴിഞ്ഞാൽ ആട്ടം കുറയും. അപ്പോൾ അതുമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റാണ് നമ്മുടെ ഈ കാർ പെർഫ്യൂം. നമുക്ക് ഷോപ്പിൽ കൂടുതൽ ചിലവാകുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ അയച്ചും തരാം. ഈ അടുത്ത വീഡിയോയിൽ പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നവരെ എല്ലാവർക്കും